2047 ആകുമ്പോഴേക്കും നമ്മുടെ ഭാരതത്തെ വികസിത രാഷ്ട്രമാക്കുക എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ ഒരു അജണ്ടയാണ്. അവരുടെ അജണ്ട ഏതാണ്ട് എല്ലാം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ അതിലേക്കുള്ള ചുവടുവയ്പ്പിന്റെ ഭാഗമായിട്ട് യുപിയിൽ ഒരു ബ്ലൂ പ്രിന്റ് തന്നെ ചെയ്യാൻ പോകുന്ന പദ്ധതികളുടെയൊക്കെ ഒരു വലിയ ബ്ലൂ പ്രിന്റ് തന്നെ യോഗി ഇറക്കിയിട്ടുണ്ട്. ഞാനത് വായിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കൂടി പോയത് നമ്മുടെ ഈ കൊച്ചു സുന്ദര കേരളമാണ്. കാരണം കൊച്ചു സുന്ദര കേരളം, എന്ത് സുന്ദരം? സുന്ദരം എന്നല്ലേ പറയാ? ആര് പറയണു? നമുക്കങ്ങനെ പറഞ്ഞൂടെ? പറയാൻ പറ്റുമോ? ഈ കുഴിന്ന് കാണാനല്ലേ കണ്ണടച്ചാണോ ബസ്സിലൊക്കെ നന്നായിട്ട് ജമ്പ് ചെയ്ത് അതായിരിക്കും ആരോഗ്യ രഹസ്യം. എക്സസൈസ്, ഫ്രീ എക്സസൈസ് അല്ലേ? ഇങ്ങനെ ചാടി ചാടി ചാടിയൊക്കെ വന്നിട്ട് സ്റ്റീപ്പിൾ ചേസിന് പ്രാക്ടീസ് ചെയ്യാം. അടുത്ത തവണ ഒളിമ്പിക്സിന് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് താങ്കളെ അയക്കാം. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ കേരളത്തെ കുറിച്ചാണ്. കാരണം വികസിത കേരളം എന്നൊക്കെ പറയും, അതായത് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഈസ് ഓഫ് ഡൂയിങ് എന്തെന്ന് കുറെ ഇംഗ്ലീഷുകളാ അല്ല സുന്ദരം മലയാളമായി പോയി. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻ കേരള. ഇത് ഞാൻ പറഞ്ഞതല്ല. ആര് പറഞ്ഞു? LDF പറയുന്നതാണ്. LDF പറഞ്ഞേക്കാണ് നമ്മൾ വെള്ളം തൊടാണ്ട് വിഴുങ്ങാൻ പറ്റുമോ? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആയതുകൊണ്ടാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വ്യവസായ സ്ഥാപനമായ കിറ്റെക്സ് പോയത്. എങ്ങോട്ടേക്കൊക്കെ പോയി അദ്ദേഹത്തിന് ഫ്ലൈറ്റ് സ്വന്തം ബോയിങ് അയച്ചാണ് കൊണ്ടുപോയത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്. ഇവിടെ എന്തെങ്കിലും ബിസിനസ് നമ്മൾ ചെയ്യുന്നുണ്ടോ? അല്ല, യു ആർ ആസ്കിങ് സംതിങ്, യു ക്യാൻ കം ബാക്ക് ടു ദാറ്റ്. ഓക്കെ. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വലിയ മേന്മയായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. സംരംഭങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ രജിസ്റ്റർ ചെയ്യുന്നതിൽ എത്രണ്ണം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അത് പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മന്ത്രിസഭയിലുള്ള ഏമാന്മാർക്കൊന്നും ഉത്തരമില്ല എന്നുള്ളതാണ്. ഈ വലിയ സംഭാവനകൾ നമുക്കറിയാം, യോഗി വന്നതിന് ശേഷമൊക്കെ വലിയ മാറ്റമാണ്. ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല UP ഇതുപോലെ ക്ലീൻ ആവുന്നൊന്നും. എപ്പോഴും നിരന്തരം വാർത്തകൾ ഈ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നതാണ്. അത് ഞാൻ വിചാരിച്ചു, ഒരു സന്യാസിനെ കൊണ്ടിട്ട് എന്തിനാണ് ഈ മോദി അവിടെ കൊണ്ടുവന്നത്? സന്യാസി, ഞാൻ അദ്ദേഹത്തിന്റെ ഡ്രസ്സിനെ കുറിച്ചല്ല പറഞ്ഞ, മനസ്സിൽ സന്യാസിയാണ് അദ്ദേഹം. ഞാൻ UPയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. പാർട്ടിക്ക് വേണ്ടി ഇലക്ഷൻ സമയത്ത് ഒരു മാസത്തോളം താമസിച്ച് വർക്ക് ചെയ്ത ആളാണ്. അദ്ദേഹത്തെ നേരിട്ട് കാണാനുള്ള ഭാഗ്യമേ ഞാൻ പറയുള്ളൂ. സൂര്യ തേജസ്സാണ് മുഖത്ത്. അദ്ദേഹത്തിനെ കുറിച്ച് അവിടെ താമസിക്കുന്ന എല്ലാ മതസ്ഥർക്കും നല്ല അഭിപ്രായമാണ്, വളരെ നല്ല അഭിപ്രായമാണ്. ഒരു മുസ്ലിം പെൺകുട്ടി നല്ല ചേസ്റ്റ് ഇംഗ്ലീഷിൽ, ഞാനൊരു ബഡാഗാവെന്നും പറഞ്ഞിട്ടൊരു കുഗ്രാമം, ഗാവാണ്, ബഡ എന്നുള്ള പേരേ ഉള്ളൂ, ചെറിയൊരു കുഗ്രാമം നമ്മുടെ സ്റ്റാൻഡേർഡ്. കാരണം നമ്മൾ കേരളത്തിൽ എക്സ്റ്റെൻഡഡ് വില്ലേജസ് ആണ് എല്ലായിടത്തും. ഒരു ഗ്രാമം ഒരിടത്തും നമുക്കില്ല കേരളത്തിൽ, ശരിയല്ലേ? അത്രയും തിക്ലി പോപ്പുലേറ്റഡ് ആണ്. അപ്പോൾ ചേസ്റ്റ് ഇംഗ്ലീഷ്, ഹി വാസ് കമ്പയറിങ് ദ എക്കോണമി ഓഫ് ഇന്ത്യ വിത്ത് ജപ്പാൻ. എവിടെയാണ്? അപ്പോൾ അവർ പറയുന്നത്, യോഗി ഞങ്ങളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചു, അവതാര പുരുഷ എന്നാണ് പറയണേ. പണ്ട് അവർ സ്കൂളിൽ വെളിയിടങ്ങളൊന്നും ഇല്ലാത്തത് കാരണം പീരിയഡ്സ് മാറിക്കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ പോകുന്നത്, അവിടെയും ശൗചാലയങ്ങളൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ശൗചാലയങ്ങൾ വന്നു, പെൺകുട്ടികൾ സ്വപ്നം കാണാൻ തുടങ്ങി, സ്കൂളിൽ തിരിച്ചു പോകാൻ തുടങ്ങി, കോളേജിൽ പോകുന്നതൊക്കെ എന്തോ ഇല്ല, എവറസ്റ്റ് ഞാൻ കയറി എന്നുള്ള പോലെ പറയുന്നത്. ഇവിടെ 12ാം ക്ലാസ് കഴിഞ്ഞാൽ കോളേജിൽ പോകും, ജോലിക്ക് പോകും, അത്രയല്ല നമ്മൾ കേരളത്തിൽ. പക്ഷെ അവിടേക്ക് അത് അവർക്ക് സ്വപ്നത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. ഒരു ഗർഭിണിയായിട്ടൊരു അമ്മയാവേണ്ട സമയത്താണ് ഞാൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠിക്കുന്നു, ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു, സൈക്കിൾ ഓടിച്ച് നടക്കുന്നു. നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റും. നമുക്കതൊരു സാധാരണ ഓർഡിനറി തിങ്. ഇത്ര വലിയ കാര്യം എന്താ ഉള്ളത്? നേരത്തെ പറഞ്ഞല്ലോ, സംരംഭകർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന്. എവിടെയാണ് അവർ രജിസ്റ്റർ ചെയ്തേക്കണേ? മനസ്സിലാണോ? ബാലഗോപാൽജിയുടെയും അല്ലെങ്കിൽ രാജീവ് ജി ആണല്ലോ നമ്മളുടെ തൊഴിൽ മന്ത്രി. ബാലഗോപാൽ നമ്മുടെ ധനകാര്യം. അങ്ങേരൊക്കെ ആണെങ്കിൽ ഉറക്കം പോലും ഇല്ല കേട്ടോ. മോഹൻ കണ്ടാൽ തന്നെ അറിയാം, ദൈവമേ ഈ കടക്കണയിൽ നിന്ന് ഞാൻ എങ്ങനെ കരകയറ്റും കേരളത്തിൽ എന്ന് ആലോചിച്ച് അദ്ദേഹത്തിന് ഉറക്കം പോലും ഇല്ല. എന്താണ്, മുദ്രാ ലോൺ വഴി കുറേ സംരംഭകർക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ സംരംഭകന്ന് കൂട്ടാമെങ്കിൽ അതൊക്കെ ക്രെഡിറ്റ് ഗോസ് ടു ദ സെൻട്രൽ ഗവൺമെൻറ്. ഒരു പൈസ പോലും സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കുന്നില്ല. മാത്രമല്ല, യു വോണ്ട് ബിലീവ് ഇറ്റ്, ഒരു ദിവസം എനിക്കൊരു ഫോൺ കോൾ കിട്ടാണ്. ഒരു വിധവയാണ്, ഒരു കൊച്ചു പൊടിക്കുഞ്ഞ്, ഒക്കത്തിരിക്കുന്ന കുഞ്ഞാണ്. ചേച്ചി ഒരു 10,000 രൂപ സ്വയം സംരംഭത്തിന് വേണ്ടി ചോദിച്ചിട്ട് തരുന്നില്ല. മോഡിജിയുടെ ഒരു സ്കീമുണ്ടല്ലോ മുദ്ര, ഞങ്ങൾക്കൊന്ന് മേടിച്ചു തരാമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ കാർ ഓടിച്ച് പോയി. കുമ്പളങ്ങി അപ്പുറത്താണ്, ഒരു SBI ആണ്. അവിടെ ചെന്നപ്പോൾ ഞാനിങ്ങനെ കൊടുക്കും, ഇവർ തിരിച്ചടച്ചില്ലെങ്കിലോ?
നമ്മൾ അതിന് ഇത് വേണ്ടല്ലോ, കൊലാട്രൽ സെക്യൂരിറ്റി വേണ്ട. അവരൊരു സ്വന്തം സംരംഭം തുടങ്ങാനായിട്ട് 10,000 രൂപ ഒരു തുന്നൽ മെഷീൻ വെച്ചിട്ട് കുഞ്ഞിനെയും വെച്ചിട്ട് അവർക്ക് തുടങ്ങാനായിട്ട് ഭയങ്കര യുദ്ധമായിട്ട് ആ മാനേജറായിട്ട് അയാൾ എൻ്റെ ഭാര്യയുടെ ആഭരണം വിറ്റ് കൊടുക്കും. ആഭരണം വിൽക്കാനുണ്ടല്ലോ സാറിന്, അതുകൊണ്ടല്ലേ വിറ്റ് കൊടുക്കുന്നത്. സാറിന് ഒരു 1.5 ലക്ഷം രൂപ ശമ്പളം ഒരു അനീതിക്ക് കൊടുക്കുമെന്ന് വെച്ച് കൊടുക്കും. ഇയാൾ ഭയങ്കര ബഹളം, എന്ത് ചെയ്താൽ കൊടുക്കൂല. ഒരു കാര്യമുണ്ട്, ഈ മുദ്രാ ലോൺ എങ്ങനെയൊക്കെ മുടക്കാന്ന് വെച്ച് മുടക്കാൻ നോക്കും. ഇവരുടെ പാർട്ടിയുടെ ആൾക്കാർക്കൊക്കെ വിളിച്ചു കൊടുക്കുകയും ചെയ്യും. മിക്ക ബാങ്ക് ഓഫീസേഴ്സ് അല്ലെങ്കിൽ ബാങ്കിലെ സ്റ്റാഫുകൾ ഇവരുടെ യൂണിയനിലെ അംഗങ്ങൾ, ഇവരുടെ എന്ന് പറഞ്ഞാൽ CPM യൂണിയനിലെ അംഗങ്ങളാണ്. ഇപ്പൊ മോള് പറഞ്ഞല്ലോ മോൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. എവിടെയാണ് സംരംഭം തുടങ്ങുക? ഞാനൊരു സംരംഭകയായിരുന്നു. ഈ ഇടയ്ക്ക് ഒരു ഇതില് മറിമായത്തില് കണ്ട പോലത്തെ കാര്യം. വെല്ലിംഗ്ടൺ ഐലൻഡിൽ എൻ്റെ പണി നടന്നു. ഞാൻ ഇന്റീരിയർ ഡെക്കറേറ്റിംഗ് കോൺട്രാക്ടിങ് ആയിരുന്നു. നടക്കാൻ പറ്റൂല, ഇവിടെ പണി നടക്കാൻ പറ്റില്ല. അതെന്താ കാര്യം? നിങ്ങളുടെ 2 പണിക്കാരുണ്ടെങ്കിൽ ഞങ്ങളുടെ 2 CPM 2 പണിക്കാർ, കോൺഗ്രസിൻ്റെ 2 പണിക്കാർ. അപ്പം നിങ്ങൾക്കിത് പണി അറിയാമോ? അതൊന്നും അറിയില്ല. ഞങ്ങൾ കൊണ്ടുവന്ന് ഷർട്ട് തൂക്കിയിടും. അപ്പം ഞാൻ ഷർട്ടിന് പോക്കറ്റിൽ വെച്ച് കൊടുത്താൽ മതി ആ ദിവസത്തെ വേദന. അന്ന് 800 രൂപയായിരുന്നു. വെച്ച് കൊടുത്താൽ അത് മതിയാകും. ഞങ്ങൾ വൈകുന്നേരം വന്നിട്ടിട്ടോ. നടക്കൂല എന്ന് പറഞ്ഞു. SCS മേൻ്റെ മകളാണ് ഞാൻ. നിങ്ങൾ അധ്വാനിച്ചാലേ നിങ്ങൾക്ക് പൈസ തരും. ഞങ്ങൾക്കിതൊന്നും ചെയ്യാൻ അറിഞ്ഞുകൂടാ. പിന്നെ നിങ്ങൾ എന്തെന്നാ പറയുക, നിങ്ങളെ എക്സ്പീരിയൻസ് ലേബറേഴ്സ്. എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് ആണ് ഈ പറയുന്നത്. അപ്പം നിങ്ങൾ പോകാൻ സമ്മതിക്കൂല. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി, പോകാൻ സമ്മതിക്കൂല. ഞാൻ കാറിൽ കയറി ഇരുന്നോട്ടെ, അതിന് കുഴപ്പമില്ല. ഞാൻ ഇത്രയും ആണുങ്ങളുടെ ചുറ്റും ആ കാറിൽ കയറി ഇരുന്നുള്ളൂ. കാറിന് മുമ്പിൽ ഇപ്പം AC ഓൺ ചെയ്ത് ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി SCS മേൻ്റെ മകൾ തന്നെയാണെന്ന്. എന്താ ഇത് ചോദിച്ചത്? അല്ല, തീരുമാനം പറഞ്ഞല്ലോ. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ അവിടെ നിൽക്കുക. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ നിൽക്കുക. കൊലശ്ശേരി മറ്റേ ഉള്ളിയൊക്കെ വെച്ച് കുത്താനൊക്കെ വരികയാണ് നമ്മുടെ പണിക്കാരെ. ഷർട്ടിൽ കൊണ്ട് പൈസ ഇട്ടോളെ. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ബാക്കി വേറെ നിങ്ങളിവിടെ ഇരിക്കണം. അത് പറ്റില്ല. വേറെ പല സൈറ്റിൽ ഇതുപോലെ ക്വാളിഫൈഡ് ലേബറേഴ്സിൻ്റെ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ കൊണ്ടൊക്കെ ഞങ്ങൾ ഷർട്ട് തൂക്കും. വൈകുന്നേരം 5-6 സൈറ്റിൽ നിന്നുള്ള 800 രൂപ വെച്ച് കിട്ടും. അപ്പം നോക്കുകൂലിക്ക് പകരം ഷർട്ട് കൂലി. ഷർട്ടിൽ ഞാൻ പൈസ ഇട്ടാൽ അവർക്ക് എത്താൻ പറ്റില്ല. കൂലി കൊടുക്കുന്ന സമയത്ത് എത്താൻ പറ്റില്ല. വേറെ സൈറ്റുകളൊക്കെ ഉണ്ടല്ലോ. എന്താണ് ഇങ്ങനെ ബിസിനസ് ചെയ്യുന്നത്? അതുപോലെ ഒരു സൈറ്റിൽ നാളെ ഇനോഗ്രേഷൻ, ഐലൻഡിൽ തന്നെയാണ് ഇനോഗ്രേഷൻ. വലിയ ഗ്ലാസ് കൊണ്ടുവരാണ് ഫ്രണ്ട് ഡോറിനുള്ള. ഞാൻ പറഞ്ഞു എടുക്കല്ലേ, പ്ലീസ് എടുക്കല്ലേ, ഞങ്ങളുടെ പണിക്കാരുണ്ട്, അവരെടുത്തോളൂ. നിങ്ങൾക്ക് എത്ര രൂപയാണെന്ന് വെച്ചാൽ, കാരണം ഞങ്ങൾക്ക് വേറെ ഒന്നും മേടിക്കാൻ സമയമില്ല, തരാം. ഞങ്ങളെന്താ കളിയാക്കാണോ നിങ്ങളുടെ ഒരു ലൊടുക്ക് ബിസിനസ്? ഞങ്ങൾ ഗ്ലാസ് കാണാത്ത ആൾക്കാരാണോ? ഞങ്ങൾ തന്നെ ഇറങ്ങുമ്പോൾ ഞാൻ ഉള്ളിൽ കയറി ഇങ്ങനെ താഴത്തേക്ക് വെച്ച് കുത്തി ഗ്ലാസ് കണ്ട് ചിന്നിപ്പോയി. രാത്രി 2 മണിക്ക്, പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് ക്ലയൻറ്റ് വരുമ്പോൾ ഞാൻ എന്ത് പറയാനാ? ഇങ്ങനെ ഒരു അഹങ്കാരത്തിൽ എവിടെ നിന്നാണ് ബിസിനസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഈ ഉത്തർപ്രദേശിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ധാരാളം സ്ഥലമുണ്ട്. അധ്വാനിക്കാൻ മനസ്സുള്ള ധാരാളം പേരുണ്ട്. നമ്മുടെ ഇവിടുത്തെ കുട്ടികളെപ്പോലെ വൈറ്റ് കോളർ മാത്രമല്ല, ഗ്രീൻ കോളറോ ബ്ലൂ കോളറോ റെഡ് കോളറോ എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാനുള്ള ആൾക്കാരുണ്ട്. പിന്നെ അവിടെ ഓരോ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് വരുമ്പോൾ എല്ലാ സ്ഥലത്തു നിന്നുള്ള ബ്രെയിൻസ് അവിടെ വരും. അവരെ സപ്പോർട്ട് ചെയ്യാൻ നോ നോൺസെൻസ് പേഴ്സൺ. യോഗിജിയെക്കുറിച്ച് അതാണ് പറയേണ്ടത്. ഇവരെ പോലെ സംസാരിച്ച് കാര്യങ്ങൾ നടത്തുന്നില്ല. ഇവിടെ എന്ത് സംരംഭം, എത്ര സംരംഭങ്ങൾ നടത്താൻ പോകുന്ന ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നു. ഒരിടത്തും എത്താണ്ട് എല്ലാം ഭാര്യയുടെ സ്വർണവും വീടും ഒക്കെ വെച്ചിട്ട് പണയപ്പെടുത്തി ഒന്നും എത്താത്ത സ്ഥലത്ത് എത്ര പേരാണ് ആത്മഹത്യ ചെയ്യുന്നത്? ഇവർ പറയുന്നതിൻ്റെ 3 ലക്ഷം പേരോട്ട് തുടങ്ങിയെന്ന്. ഈവൻ മുറുക്കാൻ കടക്കാരെ കൂട്ടിയാൽ പോലും അതാവില്ല. കേരളം മുഴുവനും പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ ഇപ്പോൾ ഇതും വെറ്റിലയും വെച്ചോണ്ടിരിപ്പുണ്ട്. ഒരു പെട്ടിക്കട, ഒരു ഒറ്റ മേശക്കട, പെട്ടിക്കട പോലെ ഇതിന്റെ പകുതിയുള്ള ഒരു മേശയിലാണ് വെച്ചിട്ടിരിക്കുന്നത്. അതും ഒരു ബിസിനസ്സാണ്. അവര് പറയുന്നത് ഞങ്ങൾക്ക് അവിടെ നിന്ന പെണ്ണ് കിട്ടില്ല, ഇവിടെ വന്ന് കേരളത്തിൽ ബിസിനസ്സാന്ന് പറഞ്ഞ പെണ്ണ് കിട്ടുന്നു. എന്നോട് പറഞ്ഞ ഞാൻ താൻ എങ്ങനെയാണ് ഇത് വെച്ച് ആക്കുന്നതെന്ന് ചോദിച്ചിട്ട് അവർ പറയാ ഇത് ബിസിനസ്സാണ്, എനിക്ക് നല്ലോണം കിട്ടുന്നുണ്ട്. കാരണം ഇവിടെ മുഴുവൻ അന്യദേശ തൊഴിലാളികൾ, അവരൊക്കെ ഇത് കഴിക്കും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2047 ഒരു സ്വർഗമാകും UP എന്ന് എനിക്ക് പറയാനുള്ളൂ. ഞാൻ അവിടെ പോയി താമസിച്ചിട്ടുള്ള ആളാണ്. അവർക്ക് ബുദ്ധിമുട്ടാനൊരു മതിയില്ല. അത് സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു കള്ളവും നടക്കില്ല. അവിടെ ഒരു കള്ളവും നടക്കില്ല. പറഞ്ഞ അദ്ദേഹം ചെയ്തിരിക്കും. ഞങ്ങൾ പോകുന്ന സമയത്ത് കോവിഡ് ആയത് കാരണം ഈ പ്രധാനമന്ത്രി ആവാസ് യോജനയും ശൗചാലയൊക്കെ നിർത്തിവെച്ച് അവർക്കൊക്കെ അറിയാം എന്താ കാരണം. കോവിഡിന് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇഞ്ചക്ഷൻ കിട്ടുന്നില്ലേ, അത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് യോഗിജി തരും. കാര്യങ്ങൾ വ്യക്തമായും കൃത്യമായും ഗവൺമെൻറ് ഇപ്പോൾ തന്നെ നമ്മൾ വായിച്ചില്ലേ, അദ്ദേഹം ഒരു QR കോഡ് വച്ചിരിക്കുകയാണ്. ആ ജനങ്ങൾക്ക് എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ, എന്തെങ്കിലും നല്ല തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഐഡിയാസ് ഷെയർ ചെയ്യാനായിട്ട് ആ QR കോഡിൽ കൂടെ സ്കാൻ ചെയ്താൽ മതിയെന്ന്. ഇവിടെ ഞങ്ങളുടെ കൊച്ചിൻ കോർപ്പറേഷൻ എന്താണെന്ന് എഴുതിയിരിക്കണേ, സ്മാർട്ട് ബോർഡ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ്.
അതും കാശ് മേടിക്കുക. ഇവർ പറയുന്നത് എന്താണ്, നിങ്ങളുടെ ഐഡിയാസ് ഞങ്ങളെ അറിയിക്കൂ, QR കോഡ് വെച്ചിട്ടുണ്ട്, ഇവിടെ സ്മാർട്ട് ബോർഡ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും, അതും ഒരു പൈസ ഇങ്ങോട്ടേക്ക് വരും, നമ്മുടെ ബിസിനസ് അവിടെ അഡ്വർട്ടൈസ് ചെയ്തോളൂ. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഭയങ്കര ബുദ്ധിയാണ് ഇവിടുത്തെ ആൾക്കാർക്ക്, ഇങ്ങോട്ട് കൊണ്ടുപോകാൻ എന്നല്ലാണ്ട്. പിന്നെ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്, കുട്ടികളൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുമല്ലേ. ഇന്ന് രാവിലെ കൂടെ ഒരു പെൺകുട്ടി വന്നിട്ട് ജർമ്മൻ എക്സാം നടക്കുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു. ഇവിടെയുള്ള ബ്രെയിൻ ഡ്രെയിനാണ്. കേരളത്തിൽ ഏതെങ്കിലും ബുദ്ധിയോ നല്ല പഠിത്തമുള്ള കുട്ടിക്ക് നല്ല ജോലി കിട്ടുമെന്ന് വിചാരിക്കാൻ പറ്റുമോ? എപ്പോഴാണ് ഇവരൊന്ന് പൂട്ടുകയെന്ന് അറിയാൻ പറ്റുമോ? ഈ എല്ലാ റിസർവേഷൻസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് പഠിച്ചു കഴിഞ്ഞ കുട്ടികൾക്ക് എവിടെയാണ് ഒരു നല്ല ജോലി കിട്ടുന്നത്? ദേ ഗോ ടു ബാംഗ്ലൂർ, ദേ ഗോ ടു ചെന്നൈ, ദേ ഗോ ടു ഹൈദരാബാദ്. അവിടെയൊക്കെ ധാരാളം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് ഉണ്ട്. പേടിക്കാണ്ട് നമുക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ നന്നായിട്ട് ജോലി ചെയ്യാം, നല്ല ഇൻകം ഉണ്ടാക്കാം. കേരളത്തിൽ അതിനൊരു സൗകര്യമുണ്ടോ? ഈ ശ്രീചിത്ര നമ്മുടെ രാജകുടുംബത്തിൻ്റെ പേരിൽ എത്ര ഫാക്ടറീസും കമ്പനീസും ഉണ്ടായിരുന്നു, എല്ലാം പൊട്ടിച്ചില്ലേ? എല്ലാ രാജകുടുംബത്തിനോടുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ ഇതാണോ? കമ്മ്യൂണിസ്റ്റുകാർക്കും ജീവിക്കണമെങ്കിൽ തൊഴിൽ വേണ്ടേ? മുതലാളി നന്നാവരുത്, തൊഴിലാളി നന്നാവണം. അത് ശരിയാവോ? മുതലാളിക്ക് കാശ് വന്നാലേ തൊഴിലാളിക്ക് കൊടുക്കാൻ പറ്റൂ. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡുമായിട്ട് ഭരിക്കുന്ന കേരള സർക്കാർ ഉള്ളിടത്തോളം കാലം കേരളം അറബിക്കടലിലേക്ക് എന്ന് പോകും. പരശുരാമൻ മഴുവെറിഞ്ഞ് നേടിയ കേരളത്തിനെ CPMകാർ അരിവാൾ കൊണ്ട് നുറുക്കി അല്ലെങ്കിൽ അവരുടെ അരിവാൾ ചുറ്റിക വെച്ച് അടിച്ചടിച്ചടിച്ച് താഴ്ത്തി നമ്മുടെ ഞാൻ അതാണ് ചോദിക്കാൻ പോയത്. അതായത് 47 ആകുമ്പോഴേക്കും യോഗി എന്തായിരിക്കും UP-യിൽ ചെയ്യുക? 10 വർഷമായിട്ട് ഇവിടെ ഒരു കപ്പിത്താൻ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും ഇനി വരുന്ന നാള്? അതായത് ഇനിയും വരുമെന്നാണ് പറയുന്നത് കപ്പിത്താൻ തന്നെ. അപ്പൊ അങ്ങനെ ഡാൻസ് പഠിച്ചില്ലേ? നമുക്കൊക്കെ ഡാൻസ് കളിക്കാം, അതൊരു ജോലിയല്ലേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.